ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ. തേങ്ങ വറുത്തരച്ച ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ദേ ബീഫ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഞാനിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ തേങ്ങ ചിരകിയത് ഒന്ന് റെഡ് കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കണേ. അതിനായിട്ട് ചട്ടിയിലേക്ക് തേങ്ങ, ഒരു നുള്ള് ജീരകം, 5-6 കുരുമുളക്, അതുപോലെ തന്നെ ഒരു പട്ട, 2 ഗ്രാമ്പൂ ഇട്ട് നന്നായിട്ട് റെഡ് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് ചട്ടിയിലിട്ടിട്ട് നമ്മൾ വേറെ എങ്ങും പോകരുത് കേട്ടോ, കരിഞ്ഞു പോകും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇത് എറണാകുളത്ത് ഞാനൊരു കല്യാണത്തിന് പോയപ്പോഴത്തേക്കും അവിടെ കല്യാണത്തിൻ്റെ തലേ ദിവസം വെച്ചൊരു ബീഫ് കറി ആയിരുന്നു കേട്ടോ. വളരെയധികം ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാൻ അവരുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി നോക്കി. എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തേങ്ങ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് 2 വിസിലടിക്കുക കേട്ടോ. പച്ചക്കായ കുഴഞ്ഞു പോകരുതേ. അപ്പോൾ അതേ നമുക്ക് ഈ കറി ഉണ്ടാക്കേണ്ട അധികം പാത്രമൊന്നും വേണ്ട. തേങ്ങ വറുത്ത ചട്ടിയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഇട്ട് 2 മുഴുവൻ സവാള ഇട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇളക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. നന്നായിട്ട് വഴണ്ടി വന്നേ. അപ്പോൾ ദേ നമ്മുടെ ബീഫും പച്ചക്കായും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കോട്ട്. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് ഈ വെള്ളം ഒഴിച്ച് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫിലേക്ക് ഇത് ആഡ് ചെയ്യാവേ. ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് കുക്കറിലേക്ക് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഇളക്കുക. അതിന് ശേഷം തേങ്ങ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വറുത്തത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഈ ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. പച്ചക്ക വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറില്ല, ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത്. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെയധികം ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.